BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അന്താരാഷ്ട്ര സഹകരണം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ബഹ്റൈൻ നാഷണൽ ഓഡിറ്റ് ഓഫീസായ സായ് ബഹ്റൈനുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ഓഡിറ്റ് പ്രവർത്തന മേഖലകളിൽ സഹകരണവും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളിലെയും സ്റ്റാഫ് അംഗങ്ങളുടെ പ്രൊഫഷണൽ കഴിവുകൾ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഈ ധാരണാപത്രം അനുസരിച്ച് ഓഡിറ്റിംഗ് മേഖലകളിലെ പരിശീലന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദഗ്ധരുടെ സന്ദർശനത്തിനും സാങ്കേതിക വിവരങ്ങളും ഗവേഷണ ഫലങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോം സ്ഥാപിക്കും. ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ്, ഇന്ത്യൻ CAG ഗിരീഷ് ചന്ദ്ര മുർമു, ബഹ്റൈൻ നാഷണൽ ഓഡിറ്റ് ഓഫീസ് ഓഡിറ്റർ ജനറൽ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ധാരണാപത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും രണ്ട് SIകൾ തമ്മിലുള്ള അടുത്ത ബന്ധവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ആഗസ്റ്റ് 30 രാവിലെ 9:30 മുതൽ 11:30 വരെ സംഘടിപ്പിക്കും. പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കോൺസുലാർ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ആയാണ് ഓപ്പൺ ഹൗസ് എംബസി നടത്തുന്നത്. അംബാസഡർ വിനോദ് കെ ജേക്കബിന് പുറമെ കോൺസുലാർ ടീമും അഭിഭാഷക പാനലും പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ രാവിലെ 9-നെത്താം. IYCC ബഹ്റൈൻ 2024-25 കാല ഏരിയ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഏരിയ കൺവെൻഷനും രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഭാവന ദിവസ് എന്ന പേരിൽ നടക്കും. ഗുദൈബിയ ചായക്കട റെസ്റ്റോറന്റ് ഹാളിൽ ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച വൈകിട്ട് 7:30 പരിപാടി സംഘടിപ്പിക്കുന്നത്. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടത്തപ്പെടുന്ന ഏരിയ കൺവെൻഷനിലും രാജീവ് ഗാന്ധി ജന്മദിനാഘോഷത്തിലും IYCC ദേശീയ ഭാരവാഹികളടക്കമുള്ളവർ പങ്കെടുക്കുന്നതാണ്. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും IYCC ബഹ്റൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ഗുദൈബിയ ഹൂറ ഏരിയകളിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് 39162524 എന്ന നമ്പറിലോ 377902277 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് IYCC ഏരിയ പ്രസിഡന്റ് സജിൽ കുമാർ, സെക്രട്ടറി സൈജു സെബാസ്റ്റ്യൻ എന്നിവർ അറിയിച്ചു. മുഹറക് മലയാളി സമാജം ജീവകാരുണ്യ വിഭാഗം കൺവീനർ പ്രമോദ് വടകരയുടെ മാതാവ് കോഴിക്കോട് വടകര രാമത്ത് കുഞ്ഞിപ്പാർവതി അമ്മയുടെ നിര്യാണത്തിൽ മുഹറക് മലയാളി സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. പ്രമോദ് വടകരയുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും MMS ഭാരവാഹികൾ അറിയിച്ചു. അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായ എവർടെക് ശ്രാവണ മഹോത്സവം 2024 ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിനായി ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. ബഹ്റൈനിലെ വടംവലിക്കാരുടെ ഉന്നമനത്തിനും വടംവലിയെ ജനകീയമാക്കുന്നതിനും വേണ്ടി പ്രയത്നിക്കുന്ന യുവാക്കളുടെ കൂട്ടായ്മയായ ടഗ് ഓഫ് വാർ അസോസിയേഷനുമായി സഹകരിച്ച് സൽമാനിയ അൽ ഖാസിയ ഗ്രൗണ്ടിലാണ് BMC എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം നടക്കുക. ശ്രാവണ മഹോത്സവം 2024 മത്സര വിഭാഗങ്ങളിൽ ഇത്തവണ ഉദ്ഘാടന മത്സരമായി നടക്കുന്നതും വടംവലിയാണ്. വടംവലി മത്സരങ്ങളോടൊപ്പം തന്നെ സ്ത്രീകളുടെ വടംവലി പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ വടംവലിക്കാർക്ക് മാത്രമായി ആദ്യമായി ഒരു കോർട്ടും ബഹ്റൈൻ മീഡിയ സിറ്റി ഒരുക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനവും ഓഗസ്റ്റ് 30 തന്നെ ആയിരിക്കുമെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ, സയ്യിദ് ഹനീഫ, മോനി ഒടിക്കണ്ടത്തിൽ, ടഗ് വാർ അസോസിയേഷൻ പ്രസിഡന്റ് രതൻ തിലക്, ടഗ് ഓഫ് വാർ കൺവീനർ ഷാജി അറക്കൽ, മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വെച്ച് രൂപീകൃതമായ ബഹ്റൈനിലെ ആദ്യ വടംവലിക്കാരുടെ കൂട്ടായ്മയാണ് ടഗ് ഓഫ് വാർ. ഓണക്കളികളിൽ ഏറ്റവും ആവേശം നിറഞ്ഞ വടംവലി മത്സരം കാണുന്നതിനായി ഏവരെയും ക്ഷണിക്കുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും രജിസ്ട്രേഷനുമായി ഷാജി അലക്കൽ 33494941 എന്ന നമ്പറിലോ സജി പുളിയപ്പാറ 388713005 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.
അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന BMC എവർടെക് ശ്രാവണ മഹോത്സവം 2024 ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടെ ആരംഭം കുറിക്കും. പരിപാടിയിൽ മുഖ്യ അതിഥിയായി ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുക്കമ പങ്കെടുക്കുമെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ എന്നിവർ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള ഗാലക്സി ഗ്രൂപ്പുമായി സഹകരിച്ച് ബഹ്റൈനിലെ താഴ്ന്ന വരുമാനക്കാരായ 150ഓളം പേർക്ക് ഓണക്കിറ്റ് വിതരണവും നടക്കുന്നതാണ്. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനങ്ങളോടൊപ്പം തന്നെ ഐമ കൊച്ചിൻ കലാഭവൻ ഒരുക്കിയ 2 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്ലാസ്സിലെ ഗ്രാൻഡ് ഫിനാലെയും BMC ലീഡ് അവാർഡ് സെറിമണിയും നടക്കുന്നതാണ്. സമ്മർ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും കലാപരിപാടികളും ഗ്രാൻഡ് ഫിനാലയിൽ ഒരുക്കും. ഈ വർഷം ഓണാഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് EV രാജീവൻ ചെയർമാനും രാജേഷ് പെരുങ്കുഴി ജനറൽ കൺവീനറുമായ BMC ശ്രാവണ മഹോത്സവം 2024 75 അംഗ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയിൽ മോനിയോടിക്കണ്ടത്തിൽ, സയ്യിദ് ഹനീഫ, അൻവർ നിലമ്പൂർ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരായും റിജോയ് അസിസ്റ്റന്റ് ജനറൽ കൺവീനറുമായി പ്രവർത്തിക്കുന്നു. ശ്രാവണ മഹോത്സവം 2024 മുൻ വർഷങ്ങളിലെ പോലെ 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. സാധാരണ നടത്താറുള്ള ഓണപ്പുടവ മത്സരം, ഓണപ്പാട്ട് മത്സരം, പൂക്കളം മത്സരം, പായസ മത്സരം, തിരുവാതിര മത്സരം, വടംവലി എന്നിവ കൂടാതെ മലയാളി മങ്ക, കപ്പിൾ ഡാൻസ്, മിമിക്രി ആൻഡ് മോണാക് എന്നീ മത്സരങ്ങളും ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. ബഹ്റൈനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് 30 ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 36176557 എന്ന നമ്പറിലോ 36330921 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ നടിയുടെ മൊഴി കൊച്ചിയിൽ രേഖപ്പെടുത്തി. ഇവരുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. DIGS അജിത ബീഗം, കോസ്റ്റൽ പോലീസ് AIG പൂങ്കുഴലി എന്നിവരടങ്ങിയ സംഘമാണ് എത്തിയത്. 7 പേർക്കെതിരായ പരാതിയായതിനാൽ മൊഴിയെടുപ്പ് ഏറെ നേരം നീണ്ടു. രാവിലെ 10:30 അന്വേഷണ സംഘം നടി താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയത്. ഓരോ കേസിലും പ്രത്യേകം FIR രേഖപ്പെടുത്തണമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. സിനിമാ മേഖലയിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് എന്നും ഇതിന് പിന്നാലെ നടപടി ഉണ്ടാകണമെന്നും DIG അജിത ബീഗം മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതികളെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ്. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. പരാതികളുടെ FIR അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ് രജിസ്റ്റർ ചെയ്യുകയെന്നും ഇവയെല്ലാം ഏകോപിപ്പിച്ചാണ് അന്വേഷണം നടത്തുകയെന്നും അവർ കൂട്ടിച്ചേർത്തു. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നീ നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെയാണ് ഇതുവരെ പരാതി വന്നിട്ടുള്ളത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ ലാഭം വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്ന് 1.25 കോടിയോളം രൂപ തട്ടിയ കേസിൽ പ്രധാന പ്രതി പിടിയിൽ. ഗുജറാത്ത് അഹമ്മദാബാദ് ചാമുണ്ഡ നഗറിൽ വിജയ് സോൻഖറിനെയാണ് റൂറൽ ജില്ലാ C ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ആലുവ സ്വദേശിനിക്കാണ് പണം നഷ്ടമായത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് വീട്ടമ്മ ഓൺലൈൻ ട്രേഡിംഗ് സംഘത്തെ പരിചയപ്പെട്ടത്. നിക്ഷേപത്തിന് വൻ ലാഭമാണ് വാഗ്ദാനം ചെയ്തത്. ഇതിൽ വിശ്വസിച്ച ഇവർ ആദ്യം കുറച്ച് തുക നിക്ഷേപിച്ചു. വീട്ടമ്മയെ കെണിയിൽ വീഴ്ത്തുന്നതിനായി ലാഭമെന്ന് പറഞ്ഞ് സംഘം കുറച്ച് തുക അയച്ചു കൊടുത്തു. ഇതിൽ വിശ്വാസം വന്നപ്പോൾ കൂടുതൽ തുകകൾ അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു. നിക്ഷേപത്തിലൂടെ ലഭിച്ചെന്ന പേരിൽ വൻ ലാഭം അവരുടെ പേജുകളിൽ കാണിച്ചുകൊണ്ടിരുന്നു. വിവിധ ഘട്ടങ്ങളിലെ 1.25 കോടിയോളം രൂപ നിക്ഷേപിച്ചു. ഒടുവിൽ പണം തിരികെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ സംഘം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ഫോൺ നമ്പറും ഉപയോഗത്തിലില്ലാതായി. തുടർന്ന് വീട്ടമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിർണായക വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചി കപ്പൽശാലയിൽ NIA പരിശോധന. കപ്പൽശാലയിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ് ഹൈദരാബാദ് NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ വൈകിട്ട് വരെ പരിശോധന നടത്തിയത്. ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കപ്പൽശാലയിലെ കരാർ തൊഴിലാളികളെ ശ്രീനീഷ് പൂക്കോടനെ ഡിസംബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2023 മാർച്ച് 1 മുതൽ ഡിസംബർ 19 വരെ പ്രതിരോധ കപ്പലുകൾക്കുള്ളിലെ ചിത്രങ്ങളടക്കം ചില സുപ്രധാന വിവരങ്ങൾ ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കൈമാറിയെന്നാണ് കേസ്. നാവികസേനയ്ക്കായി നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിൽ അതിക്രമിച്ച് കയറി ഇയാൾ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. വിഐപികളുടെ സന്ദർശന വിവരങ്ങൾ, കപ്പലുകളുടെ വരവും നങ്കൂരമിടലും സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ചോർന്നെന്നാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ബുധനാഴ്ചത്തെ പരിശോധന. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് കേന്ദ്ര പാക്കേജ് ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് നൽകിയത്.
വയനാട്ടിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള നിവേദനവും സമർപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും പാക്കേജ് പ്രഖ്യാപനം. വയനാട് പുനരധിവാസത്തിന് പുറമെ കേരളം അധികം കടമെടുക്കുന്ന വിഷയത്തിലും കേന്ദ്ര അനുമതി ലഭിച്ചതായാണ് സൂചന. ഓണച്ചിലവുകൾക്കായി 5000 കോടി രൂപ കടമെടുക്കുന്നതിനാണ് കേരളം അനുമതി തേടിയത്. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഉറപ്പുകൾ സംബന്ധിച്ച കാര്യം മുഖ്യമന്ത്രി അറിയിക്കും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ അരമണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തി. പത്മനാഭസ്വാമിയുടെ ശില്പം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് രക്തബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകളുമായി യോജിച്ചത്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടത്. DNA പരിശോധനയിൽ തിരിച്ചറിയപ്പെട്ട മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വിട്ടുനൽകും. ഇതിനായി മാനന്തവാടി സബ് കളക്ടർക്ക് വിശദാംശങ്ങൾ നൽകിയാൽ അവ പുറത്തെടുക്കുന്നതിനും കൈമാറുന്നതിനും സൗകര്യം ഒരുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുത്തുമലയിലാണ് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. ഒരാളുടെ തന്നെ 1ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകിയാണ് സംസ്കരിച്ചത്. ഇതിനായി തന്നെ തിരിച്ചറിഞ്ഞവ ഈ നമ്പർ നോക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാകും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലവിൽ സംസ്കരിച്ച സ്ഥലത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കൾക്ക് അതിനുള്ള സൗകര്യവും ചെയ്യും. താരസംഘടന അമ്മയുടെ ഭരണസമിതിയുടെ രാജിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരണവുമായി ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക രംഗത്ത്. അമ്മ എക്സിക്യൂട്ടീവ് രാജ്യ സംഘടനയെ നവീകരിക്കുന്നതിന്റെ തുടക്കമാകട്ടെ എന്ന് ഫെഫ്ക പറഞ്ഞു. ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തുവരട്ടെയെന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു. അതിജീവിതമാർക്ക് നിയമസഹായം നൽകും. ഇതിന് കോർ കമ്മിറ്റിക്ക് ചുമതല നൽകുമെന്നും ഫെഫ്ക അറിയിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കും. സംഘടനയിൽ കുറ്റാരോപിതരുണ്ടെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന മാർഗരേഖയാണ്. ഫെഫ്കയിലെ അംഗസംഘടനകളുടെ യോഗം സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ ചർച്ചയ്ക്കായാണ് യോഗം ചേരുന്നത്. പക്വവും വൈകാരികവുമായ പ്രതികരണങ്ങളല്ല വേണ്ടതെന്നും റിപ്പോർട്ട് സമഗ്രമായി വിലയിരുത്തുന്നതിനാണ് യോഗമെന്നും ഫെഫ്ക പറഞ്ഞു. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ കേസെടുത്തു. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവ ചുമത്തിയാണ് കേസ്. മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് പ്രത്യേക സംഘത്തിന് ഉടൻ കൈമാറും. കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖിനെതിരായ ആരോപണത്തിൽ നടി പരാതി നൽകിയത്. ആരോപണത്തിന് പിന്നാലെ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദീഖ് പരാതി നൽകിയിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളാണെന്നും പരാതിയിൽ സിദ്ദീഖ് ആരോപിക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.